السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന ബൃഹത്തായ ഗ്രന്ഥത്തിന്റെ തുടർ വായനയിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാഹ് കുറച്ചു ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകമായും സൂചിപ്പിച്ചത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. അതിന്റെ തുടർച്ചയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്. അതിൽ 12ാമത്തെ പേജ് വലഹു മഅൽ ബലാഇ സലാസു മഖാമാത്ത്, ആ ഫസ്ൽ ആരംഭിക്കുന്നത്, ആ ഭാഗം ആരംഭിക്കുന്നത് ദുആ എന്നത് ഏറ്റവും നല്ല മരുന്നാണെന്ന്. ഏറ്റവും നല്ല മരുന്ന് അത് പ്രാർത്ഥനയാണ്. അത് പരീക്ഷണത്തിന്റെ ശത്രുവാണ്. നമുക്കുണ്ടാകുന്ന പരീക്ഷണം അതിനെ തടുത്തു നിർത്തുന്നതാണ്. ചിലപ്പോൾ അതിനെ പൂർണ്ണമായ നിലയ്ക്ക് ഇല്ലായ്മ ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് വന്നു ഭവിച്ച പരീക്ഷണം അതിലെന്തെങ്കിലും കുറവ് സംഭവിക്കും എന്നിങ്ങനെ പ്രാർത്ഥനയെ കുറിച്ച് വിശേഷിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന എന്നത് ഒരു മുഅ്മിനിന്റെ ആയുധമാണ്, അവന്റെ വാളാണ് എന്ന് പറയുകയുണ്ടായി. ആ ഹദീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ആ ഹദീസിൽ ദുർബലതയുണ്ട്, എന്നാൽ അതിന്റെ അർത്ഥത്തിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത് വലഹു മഅൽ ബലാഇ സലാസു മഖാമാത്ത്, പ്രാർത്ഥനക്ക് പരീക്ഷണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് 3 അവസ്ഥകളാണ്. നമുക്ക് വന്നു ഭവിക്കുന്ന പരീക്ഷണം, അതിനെ പ്രാർത്ഥനയോട് തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ 3 അവസ്ഥകളാണുള്ളത്. അഹദുഹ, അതിലൊന്ന് അൻ യകൂന അഖ്വാ മിനൽ ബലാ, പ്രാർത്ഥന പരീക്ഷണത്തെക്കാളും ഉയർന്നു നിൽക്കുന്ന, അതായത് നമ്മുടെ പരീക്ഷണത്തെ, നമുക്ക് ഭവിച്ച പ്രയാസത്തെ അതിനെ നീക്കം ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനയായിരിക്കും. അത്ര ശക്തമായ പ്രാർത്ഥനയാണ് ഒന്നാമത്തെ അവസ്ഥ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് അത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദാബുകൾ പാലിക്കപ്പെടുമ്പോഴാണ്. നമ്മൾ എത്ര കണ്ട് മര്യാദകൾ പാലിക്കുന്നുവോ അത്ര കണ്ട് പ്രാർത്ഥന സ്വീകരിക്കാനിടയാകും. ഒന്നാമതായി പറഞ്ഞത് അൻ യകൂന അഖ്വാ മിനൽ ബലാഇ ഫയദ്ഫഉഹു, നമുക്ക് വന്നു ഭവിച്ച പരീക്ഷണത്തെക്കാളും ശക്തിയുള്ളതായി പ്രാർത്ഥന മാറുന്നു, എന്നിട്ട് ആ പരീക്ഷണത്തെ നീക്കം ചെയ്യും. ഇതാണ് ഒന്നാമത്തെ അവസ്ഥ. അങ്ങനെ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ മര്യാദകൾ പാലിച്ചേ മതിയാകും എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് ഉടനെ തന്നെ ചാടി കയറി എന്നിട്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കുകയില്ല എന്നല്ല പറയുന്നത്, മറിച്ച് സ്വീകരിക്കപ്പെടാൻ ഏറ്റവും അർഹമായ പ്രാർത്ഥന, ഏറ്റവും ശക്തമായ പ്രാർത്ഥന, ഏറ്റവും ബലവത്തായ പ്രാർത്ഥന അത് മര്യാദകൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കും. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അസ്സാനി അൻ യകൂന അദ്അഫ മിനൽ ബലാ, പരീക്ഷണത്തെക്കാളും ദുർബലമായിരിക്കും അവന്റെ പ്രാർത്ഥന. അവനക്ക് നല്ല രോഗം ബാധിച്ചു, നല്ല കഠിനമായ രോഗം, അവൻ പ്രാർത്ഥിക്കാൻ, പക്ഷെ ആ പ്രാർത്ഥനയിൽ ദുർബലതയുണ്ട്. ദുർബലതക്കുള്ള കാരണം എന്താ? അവൻ പ്രാർത്ഥനയിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുന്നില്ല. പ്രാർത്ഥനയിൽ പുലർത്തേണ്ട ഇഖ്ലാസും നിഷ്കളങ്കതയും ഭയഭക്തിയും ഒന്നും കാത്തു സൂക്ഷിക്കുന്നില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? പ്രാർത്ഥനയുടെ ശക്തി കുറയും. ഫയഖ്വാ അലൈഹിൽ ബല, അങ്ങനെ പ്രാർത്ഥനയെക്കാളും മുന്നിട്ട് നിൽക്കുക പരീക്ഷണമായിരിക്കും. ഫയുസാബു ബിഹിൽ അബ്ദു, അങ്ങനെ അടിമക്ക് ആ പരീക്ഷണം ബാധിക്കും. വലാകിൻ ഖദ് യുഖഫിഫുഹു വഇൻ കാന ദഈഫ, പക്ഷേ ആ പ്രാർത്ഥന മൂലം എന്ത് ചെയ്യും? അവന്റെ പരീക്ഷണത്തിന്റെ കാഠിന്യം കുറയും. ഒരാൾക്ക് നല്ലൊരു പരീക്ഷണം ബാധിച്ചു, പ്രാർത്ഥന അത്ര കണ്ട് മര്യാദകൾ പുലർത്താത്തൊരു പ്രാർത്ഥനയാണെങ്കിൽ പോലും ആ പ്രാർത്ഥന ഈ പറയുന്ന പരീക്ഷണത്തിന്റെ തോതിനെ, ഈ പറയുന്ന പരീക്ഷണത്തിന്റെ കാഠിന്യത്തെ കുറച്ചു കളയും, പ്രാർത്ഥിച്ചു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് അതാണ് രണ്ടാമത്തെ അവസ്ഥ. മൂന്നാമത്തേത് അൻ യതഖാവമ വയംനഉ കുല്ലു വാഹിദിൻ മിൻഹുമാ സാഹിബഹു, രണ്ടും ഏറ്റുമുട്ടലാണ്. പ്രാർത്ഥനയും ഏറ്റുമുട്ടും, പരീക്ഷണവും ഏറ്റുമുട്ടും. ഒന്ന് മറ്റൊന്നിനെ അതിജയിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല, രണ്ടും ഒരേപോലെ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഈ 3 അവസ്ഥകളാണ് ഉള്ളത് എന്ന്.
അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം ബാധിച്ചു, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ആ പ്രാർത്ഥനക്ക് സ്വീകാര്യത ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ എവിടെയോ എന്തോ ഒരു പിഴവുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് പറയുന്നത്. പരീക്ഷണത്തെ തടുത്തു നിർത്താൻ സാധിക്കുന്നത് അദുവുൽ ബല, അദുവുൽ ബല, പരീക്ഷണത്തിന്റെ ശത്രുവാണ് പ്രാർത്ഥന എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് ഒരു ഹദീസ് കൊടുക്കുകയാണ്. അദ്ദേഹം ഈ പറഞ്ഞ ആശയത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഹദീസുകൾ ഉദ്ധരിക്കുന്നു. وقد روى الحاكم في صحيحه من حديث عائشة قالت قال لي رسول الله صلى الله عليه وسلم, എന്നോട് എന്റെ റസൂൽ പറഞ്ഞു, لا يغني حذر من قدر, അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ എത്ര തന്നെ സൂക്ഷ്മത പാലിച്ചാലും, എത്ര തന്നെ നമ്മൾ കൃത്യമായ പ്രിക്കോഷൻസ് സ്വീകരിച്ചാലും ശരി, അത് ബാധിക്കുക തന്നെ ചെയ്യുന്ന, അത് നമ്മെ പിടികൂടുക തന്നെ ചെയ്യും. പ്രാർത്ഥന എന്നുള്ളത് നമുക്ക് ബാധിച്ച ഒരു കാര്യത്തെയും തടുത്തു നിർത്തും, നമുക്ക് ബാധിക്കാൻ പോകുന്ന കാര്യത്തെയും പ്രാർത്ഥന തടുത്തു നിർത്തും. നമുക്ക് എന്തെങ്കിലും ഒരു പേടിയുണ്ട്, നമ്മുടെ ദീന് ഇല്ലാതായി പോകുമോ, നമ്മുടെ ദീന നശിച്ചു പോകുമോ, എന്തെങ്കിലും അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ വളരെ ഫിത്നകൾ നിറഞ്ഞ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. സ്വാഭാവികമായിട്ടും ദീനിനെ സ്നേഹിക്കുന്ന, ആഖിറത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പേടിക്കുക, ദീന് കയ്യിൽ നിന്ന് പോയി പോകുമോ, എന്റെ ദീനിയായ അവസ്ഥയിൽ മാറ്റം വരുമോ എന്ന പേടി ഉണ്ടാകും. അപ്പൊ അങ്ങനെ പേടി ഉണ്ടാകുമ്പോൾ അത് മുൻകണ്ട് അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് എന്ത് ചെയ്യും, അവൻ ആ ദീനിൽ തന്നെ സ്ഥിരതയോടുകൂടി പിടിച്ചു നിർത്തും എന്നുള്ളതാണ്. പക്ഷെ ഈ ഹദീസിന്റെ ആശയം ശരിയാണെങ്കിലും ഹദീസിന്റെ സനദിൽ ദുർബലതയുണ്ട് എന്നാണ്. ഹദീസിന്റെ ആശയം സ്വഹീഹാണ്, മറ്റു ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ഹദീസ് ദുർബലമായിട്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ മൗഖൂഫ് ആയിക്കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഉദ്ധരണി പറഞ്ഞതായി സ്വഹീഹായ നിലക്ക് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതായത് ചില ഹദീസുകൾ അത് റസൂലിലേക്ക് ചേർക്കപ്പെടുന്ന ഹദീസുകളാണ്. അതിനാണ് ഉസൂലുൽ ഹദീസിന്റെ ബാബിൽ ഉസൂലുൽ ഹദീസിൽ മർഫൂ ആയ ഹദീസ് എന്ന് പറയുന്നത്, നബിയിലേക്ക് ചേർക്കപ്പെടുന്ന ഹദീസുകൾ. എന്നാൽ ചിലത് സ്വഹാബത്തിലേക്ക് ചേർക്കപ്പെടുന്നതായിരിക്കും, അതിനെയാണ് മൗഖൂഫായ ഹദീസ് എന്ന് പറയുന്നത്. അപ്പോ ഇതേ ആശയം വരുന്ന, റസൂലിലേക്ക് എത്താത്ത എന്നാൽ സഹാബിയിലേക്ക് എത്തുന്ന മൗഖൂഫായ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഹദീസ് വഫീഹി അയ്ദൻ, അതായത് ഹാക്കിമിൽ തന്നെ, മിൻ ഹദീസ് ഇബ്നു ഉമർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, الدعاء ينفع مما نزل ومما لم ينزل فعليكم عباد الله بالدعاء. പ്രാർത്ഥന എന്നത് നമുക്ക് ഇറങ്ങിയ ഒരു പരീക്ഷണവും ഇനി ഇറങ്ങാനിരിക്കുന്ന പരീക്ഷണവും രണ്ടിനെ തൊട്ടും പ്രാർത്ഥന തടയും, പ്രാർത്ഥന ഉപകരിക്കുന്ന, എങ്ങനെ നോക്കിയാലും പ്രാർത്ഥനക്ക് ഉപകാരമുണ്ട് എന്ന് പറയാം. എന്നിട്ട് പറയാണ് ഫഅലൈക്കും ഇബാദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ മുറുകെ പിടിക്കണം, ബിദ്ദുആ, നിങ്ങൾ പ്രാർത്ഥനയെ മുറുകെ പിടിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് അടുത്ത ഹദീസ് കൊടുക്കാൻ വഫീഇ അയ്ദൻ, അതായത് ഹാക്കിമ് തന്നെയാണ് ഉദ്ധരിച്ചത്, മിൻ ഹദീസി സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, ലാ യറുദ്ദുൽ ഖദ്റ ഇല്ല ദുആ, ഖദ്റിനെ തടുത്തു നിർത്താൻ സാധിക്കുക പ്രാർത്ഥനക്ക് മാത്രമാണ്. നമുക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു കാര്യം വരാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടുത്തു നിർത്താൻ സാധിക്കുക പ്രാർത്ഥന കൊണ്ടാണ്. പക്ഷെ ഇവിടെ തന്നെ മനസ്സിലാക്കേണ്ടത്, ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് പറയുന്നുണ്ട്, ദുആഉം ഖദറിന്റെ ബാബാണ് എന്നാണ്. അവനൊരു പരീക്ഷണം ഇറക്കുമ്പോൾ തന്നെ അള്ളാഹു അവിടെ വിധിച്ചിട്ടുണ്ട്, ഇവൻ പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥന എന്ന ഖദർ മൂലം ഇവൻ എന്താണോ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അത് നീക്കം ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഖദറിൽ വരെ മാറ്റം വരുന്നു. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഖദറിൽ വരെ മാറ്റം വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്കൊരു മടി ഉണ്ടാകരുത് എന്നാണ് ഈ ഹദീസുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ, ഒരാളുടെ ആയുസ്സിൽ വർധനവ് ഉണ്ടാവണമെങ്കിൽ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളത്. നന്മകൾ എത്ര കണ്ട് നമ്മൾ ചെയ്യുന്നു അത്ര കൊണ്ട് മനസ്സിന് ശക്തി ഉണ്ടാവും. മാനസിക ശക്തി എത്ര കണ്ടുണ്ടോ അത് നമ്മുടെ ശാരീരിക ശക്തിക്ക് ഒരുപാട് കാരണങ്ങളാണ്. നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം നിലനിൽക്കും. അങ്ങനെ നിലനിന്ന് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എത്ര കണ്ട് നമ്മൾ നന്മകൾ ചെയ്യുന്നുവോ അത്ര കണ്ട് നമുക്ക് ആയുസ് വർദ്ധിച്ചു കിട്ടുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരാൾ കുടുംബബന്ധം ചേർത്ത് കഴിഞ്ഞാൽ അവന്റെ ആയുസ്സിൽ അവൻ വർധനവുണ്ടാകും. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് നന്മയാണ്. അപ്പൊ അങ്ങനെ എടുത്തു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന
ഒരുപാട് കാര്യങ്ങൾ. ആ കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ്സിൽ വർധനവ് കിട്ടും എന്ന് ഈ ഹദീസ് വായിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ സന്ദർഭോചിതമായി മനസ്സിലാക്കുന്നത് ചില ആളുകളെങ്കിലും മരിക്കാൻ കൊതിക്കുന്ന ആളുകൾ. സത്യത്തിൽ അങ്ങനെ ഒരു കൊതി നമുക്ക് ഉണ്ടാകരുത് എന്നുള്ളതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഏറ്റവും തൗഫീഖ് ലഭിക്കപ്പെട്ട മനുഷ്യൻ, ഏറ്റവും അനുഗ്രഹീതനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മൻ ത്വാല ഉംറുഹു, വയസ്സ് ഒരുപാട് ലഭിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ വയസ്സ് ദീർഘമായി നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്നത് നന്മയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, എനിക്ക് കുറച്ചു കാലം ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. എന്നിട്ട് അടുത്ത് പറയുന്നതോ വഹസുന അമലുഹു, അവന്റെ പ്രവർത്തനവും നന്നായി, അവന്റെ പ്രവർത്തനവും നന്നായി, ആയുസ്സും നീട്ടിക്കിട്ടി, അതാണ് ഏറ്റവും നല്ലത് എന്നാണ്. എന്നാൽ അതേ സമയത്ത് ആയുസ് നീട്ടിക്കിട്ടി അവന്റെ പ്രവർത്തനം മോശമായി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അപകടവും, അതാണ് ഏറ്റവും വലിയ അപകടവും. അതുകൊണ്ടാണ് ഉലമാക്കൾ തുടരെയായിട്ട് നമ്മളോട് പറയുന്നത് നിങ്ങൾ മുഹാസബത്ത് നടത്തണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ മുഹാസബ എന്ന ബാബ് വളരെ വിശദമായി പറയുന്നുണ്ട്. നമ്മെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താ ഇപ്പോഴത്തെ അവസ്ഥ, കഴിഞ്ഞ വർഷം എന്തായിരുന്നു എന്റെ ദീനിന്റെ അവസ്ഥകൾ എന്തായിരുന്നു, എന്തൊക്കെ പുതിയ പ്രവർത്തനങ്ങളാണ് ഞാൻ ദീനീപരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ പുതിയ പദ്ധതികളാണ് ഞാൻ ദീനീപരമായിട്ട് ആളുകൾക്ക് നൽകിയത്, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി ദീനീപരമായിട്ട്, എന്റെ ഈമാനിന്റെ അവസ്ഥ എന്താണ് എന്നിങ്ങനെ നമ്മൾ മുഹാസബ നടത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് നന്മയിൽ മുന്നേറുക. തിന്മ എന്നത് ഇരുട്ടാണ്, അത് നമ്മുടെ മനസ്സിന് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കും, വല്ലാത്ത ഭാരം ഉണ്ടാക്കും. നമ്മൾ ആളുകളുടെ മുമ്പിൽ എത്ര വലിയ ആളായി നടന്നാലും നമ്മൾ ഉള്ളിൽ തിന്മകൾ ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ ആ നിന്യത നമ്മുടെ മുഖത്തുണ്ടാകും, ആ നിന്യത നമ്മുടെ മുഖത്ത് ആവരണം ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. നമ്മളെ എത്ര തന്നെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് നമ്മുടെ മുഖത്തിൽ നിന്ന് ആളുകൾ വായിച്ചെടുക്കും എന്നുള്ളത്. അതുകൊണ്ട് നന്മ ചെയ്യാൻ, നന്മയുടെ വക്താക്കളാകാൻ, വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയുടെയും തഖ്വയുടെയും ആളുകളായി മാറണം. ആ വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം. വതആവനു, നിങ്ങൾ പരസ്പരം സഹായിക്കണം, അലൽ ബിർരി വത്തഖ്വ, നന്മയുടെയും തഖ്വയുടെയും വിഷയത്തിൽ. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തിന്മയുടെ വിഷയത്തിൽ, ജനങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്ന വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, പരസ്പരം സഹായിക്കരുത് എന്ന് പറയുക. ഈ ഹദീസിന്റെ വിഷയത്തിലും ഈ ഹദീസിന്റെ ഹുക്മ് ഇമാം അൽബാനി റഹിമഹുല്ലാഹ് പറയുന്നത് ഹസനാണ് എന്നാണ്, സ്വീകാര്യ യോഗ്യമായ ഹദീസാണ്. പക്ഷെ ഹദീസിന്റെ അവസാനത്തെ ഭാഗത്ത് ചില ദുർബലതയുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഹദീസിന്റെ അവസാനത്തെ ഭാഗം വഇന്നർ റജുല ലയഹ്റുമു റിസ്ഖു ബിദ്ദംബി യുസീബുഹു, ഹദീസിന്റെ ആശയം ഒരാൾ തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ റിസ്കിൽ കുറവുണ്ടാകും, അവന്റെ ഉപജീവന മാർഗത്തിൽ കുറവുണ്ടാകും എന്ന് പറയുക. അത് ദുർബലമാണ് എന്നാണ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ അദ്ദേഹം പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, എന്നാൽ അതിന്റെ ആശയം സഹീഹാണ്, അതിന്റെ ആശയം സഹീഹാണ് എന്നുള്ളതാണ്. നന്മ എന്നുള്ളത് വെളിച്ചമാണ്, നമുക്ക് ആയുസ് വർദ്ധിപ്പിച്ചു കിട്ടുന്നതാണ് എന്ന് പറയുമ്പോൾ തിന്മ എന്നുള്ളത് എന്ത് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തടസ്സം സൃഷ്ടിക്കും എന്നുള്ളത്. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അവൻ അള്ളാഹു വഴികൾ തുറന്നു കൊടുക്കും, അവൻ ഉദ്ദേശിക്കാത്ത വഴികൾ അള്ളാഹു അവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കും. ആ ആയത്തിന്റെ നേർ വിപരീത ആശയം എന്താ, ആരെങ്കിലും അള്ളാഹുനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ എല്ലാ വാതിലുകളും അടക്കപ്പെടും, അവന്റെ റിസ്കിന്റെ വാതിൽ വരെ അടക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. എന്നാൽ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്, ഒരുപാട് ഹറാമ് ചെയ്യുന്നുണ്ടല്ലോ, ഹറാമിന്റെ ബിസിനസ്സാണ്, എല്ലാം ഹറാമാണ്, എന്നിട്ടും ഒരുപാട് റിസ്ക് ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് സമയം നീട്ടിക്കൊടുക്കാൻ, എവിടം വരെ പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവസാനം ആ തിന്മയിൽ തന്നെ എന്ത് ചെയ്യും, പിടികൂടും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റിസ്ക് എന്ന് പറയുമ്പോൾ ധനം എന്നത് മാത്രം നമ്മുടെ മനസ്സിലേക്ക് വരരുത്, പണം എന്നത് മാത്രം നമ്മുടെ മനസ്സിലേക്ക് വരരുത്, മറിച്ച് പല കാര്യങ്ങളും റിസ്ക്കാണ്. നല്ല സ്വാലിഹത്തായ ഭാര്യയെ ലഭിക്കുക എന്നുള്ളത് റിസ്ക്കാണ്. ഇൽമുണ്ടാവുക, അറിവ് കരസ്ഥമാക്കാൻ സാധിക്കുക, അറിവിന്റെ വക്താക്കളാവുക എന്നത് റിസ്ക്കാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിസ്ക് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഫസ്ലിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ അതെങ്ങനെയാണ് പരീക്ഷണവുമായി ബന്ധപ്പെടുന്നത്, എപ്പോഴാണ് ഒരു പ്രാർത്ഥന പരീക്ഷണത്തെ കവച്ചു വെച്ച് ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക, അതിനെന്തൊക്കെയാണ് തെളിവ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട കുറച്ച് ആശയങ്ങൾ സ്ഥാപിക്കുകയാണ്. എന്നിട്ട് പറയണം അടുത്ത ഫസ്ലിൽ, വമിൻ അൻഫഇൽ അദ്വിയ, ഏറ്റവും നല്ല ശമനത്തിൽപ്പെട്ടതാണ് അൽ ഇൽഹാഉ ഫി ദുആ. നമ്മൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു ഭാഗമാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് അൽ ഇൽഹാ ഉണ്ടാകണം എന്നാണ്. എന്താണ് അറബിയിൽ അൽ ഇൽഹാ എന്ന് പറഞ്ഞാൽ?
ഇൽഹ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ചോദിക്കുക, ഒരു മടുപ്പില്ലാതെ ചോദിച്ചത് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. അതിലൊരു മടുപ്പ് നമുക്കുണ്ടാകരുത്. നമ്മൾ 10 വർഷമായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ പോലും അത് വീണ്ടും 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 പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അതിനെയാണ് അൽ ഇൽഹാഉ ഫി ദുആഇ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് പ്രാർത്ഥന ഇബാദത്താണ്. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്വപ്നം അത് നടന്നിട്ടില്ലെങ്കിൽ പോലും, നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അത് നടന്നിട്ടില്ലെങ്കിൽ പോലും, നമ്മൾ എത്ര കാലം പ്രാർത്ഥിക്കുന്നു അത്ര കാലം ആ പ്രാർത്ഥനക്ക് അള്ളാഹു പ്രതിഫലം രേഖപ്പെടുത്തുന്നുള്ളതാണ്. ഇനി നാളെ ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലോ, നമുക്ക് ദുനിയാവിൽ ലഭിച്ചിട്ടില്ല എങ്കിൽ ആഖിറത്തിൽ അള്ളാഹു അതിനുള്ള പ്രതിഫലം നൽകും. ആ സമയത്ത് ചില സലഫുകൾ പറഞ്ഞതുപോലെ ചില ആളുകൾ ആഗ്രഹിച്ചു പോകുന്ന, എന്റെ പ്രാർത്ഥനയൊക്കെ ആഖിറത്തിൽ തന്നെ അള്ളാഹു സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് ചില പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ട ആളുകൾ ആഗ്രഹിച്ചു പോകുന്നു. അതുകൊണ്ട് ഒരിക്കലും ഒരു നഷ്ടം നമുക്ക് വരാനില്ല. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കാം. അള്ളാഹുവിന്റെ ഖജനാവ് ഒരിക്കലും തീർന്നു പോകാത്തതാണ്. അതുകൊണ്ട് ചോദിക്കുന്നതിൽ ഒരു മടിയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അൽ ഇൽഹാഉ ഫി ദുആ, അത് നമ്മുടെ ഒരു പോളിസി ആക്കിയിട്ട് നമ്മൾ മാറ്റണം. ചോദിച്ചുകൊണ്ടേയിരിക്കുക, ചോദിച്ചത് തന്നെ ആവർത്തിച്ച് ചോദിക്കുക. റബ്ബേ എനിക്ക് എന്തായാലും തരണം, തന്നേ മതിയാകൂ എന്ന നിലക്കായിരിക്കണം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാര്യങ്ങൾ ചോദിക്കേണ്ടത്. وقد روى ابن ماجه في سننه من حديث أبي هريرة قال قال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ ലം യസ്അലില്ലാഹ യഗ്ദബ അലൈഹി, അള്ളാഹുവിനോട് ആരാണോ ചോദിക്കാതിരിക്കുന്നത് അവരോട് അള്ളാഹു കോപിക്കുന്ന. അതേ സമയത്ത് ചില കവിമാര് പാടിയതുപോലെ മനുഷ്യന്മാരോട് ചോദിച്ചു കഴിഞ്ഞാലാണ് അവർക്ക് ബുദ്ധിമുട്ട് എന്ന്. അള്ളാഹുവിനോട് ചോദിക്കാതിരുന്നാലാണ് അള്ളാഹുവിന് പ്രയാസം ഉണ്ടാകുക, അള്ളാഹുവിന് ദേഷ്യം ഉണ്ടാവുക. മനുഷ്യന്മാരോട് നമ്മൾ ഒരു പ്രാവശ്യം ചോദിച്ചു, നമുക്ക് തന്നു എന്ന് വന്നേക്കാം. 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ആവർത്തിച്ചു കഴിഞ്ഞാലോ അവർക്കൊരു പ്രയാസമായി മാറും. എന്നാൽ നമ്മൾ അധികം ആരോടെ ചോദിക്കാം? മനുഷ്യന്മാരോടെ ചോദിക്കാം. എന്നാൽ അതിൽ നിന്ന് മാറി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു തൗഹീദിന്റെ ദറജയിലേക്ക് നമ്മൾ എത്തണം. തൗഹീദിന്റെ ഉന്നതമായ ദറജയിൽപ്പെട്ടതാണ് എന്തുണ്ടെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് മാത്രം ചോദിക്കാന്നുള്ളത്. 70,000-ഓളം ആളുകൾ, ആ ഹദീസിന്റെ വിശദാംശങ്ങളുണ്ട്, നമ്മുടെ വിഷയം അതല്ല എന്നുള്ളത് കൊണ്ടാണ് ആ ഹദീസിന്റെ എണ്ണത്തിലേക്കും വിശദാംശങ്ങളിലേക്കും ഒന്നും നമ്മൾ പോകുന്നില്ല. ഹിസാബും അദാബും ഇല്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് പറയുന്നിടത്ത് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു വിഷയമുണ്ട്. അവർ ഒരിക്കലും എന്ത് ചെയ്യൂല, അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്, അള്ളാഹുവിനോട് ആവശ്യപ്പെടേണ്ടത് സൃഷ്ടികളോട് ആവശ്യപ്പെടുന്ന ആളുകളല്ല എന്ന്. അപ്പൊ നമ്മൾ എന്തുണ്ടെങ്കിലും ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും, രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഓർമ്മ വരേണ്ടത് റഹ്മാനായ റബ്ബിനെയാണ്. നമുക്ക് രോഗം തന്നിട്ട് നമ്മെ പരീക്ഷിക്കുന്ന നമ്മുടെ ക്ഷമ എത്രത്തോളം ഉണ്ട്, നമ്മൾ എത്ര കണ്ട് സഹിക്കുന്നുണ്ട്, നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയിൽ ക്ഷമ ഉൾക്കൊള്ളുന്നുണ്ട് എന്നിങ്ങനെ നമ്മെ മനസ്സിലാക്കാൻ വേണ്ടി, നമുക്ക് പ്രതിഫലം നൽകാൻ വേണ്ടി നമ്മെ പരീക്ഷിക്കുന്ന റബ്ബ്, ആ റബ്ബിനെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി മനസ്സിലാക്കി അവനോട് ചോദിക്കണം എന്നുള്ളത്. അവനോട് നമ്മൾ ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ചോദിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു നമ്മോട് കോപിക്കും. ഷെയ്ഖ് അബ്ദുസ്സലാം അശ്ശുവൈർ ഹഫളഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, 2 കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുപ്പിക്കുക. 2 കാര്യങ്ങൾ. അതിലൊന്ന് എടുത്തു പറയുന്നത് ദുആ ആണ്. ദുആ എത്ര കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു അത്ര കണ്ട് നമ്മുടെ ഹൃദയം അള്ളാഹുവുമായി ബന്ധപ്പെടുന്നതാണ്. ആലു ഷെയ്ഖ് ഹഫളഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബു തൗഹീദിന് എഴുതിയ ഷറഹിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരാളുടെ ദുആ എത്ര കുറവാണോ അത്ര കണ്ട് അവന് തൗഹീദിലും കുറവുണ്ട് എന്ന്. ഒരാൾക്ക് ദുആയിൽ എത്ര കുറവുണ്ട് അതിനനുസൃതമായി തൗഹീദിലും കുറവുണ്ട് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തൗഹീദ് എത്ര കണ്ട് ശക്തമാണോ അത്ര കണ്ട് നമ്മുടെ അടുക്കൽ നിന്ന് പ്രാർത്ഥന ഉണ്ടാകണം എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ചില ആളുകളുണ്ട്, ചില മനുഷ്യന്മാര് എത്ര നേരാണ് അവർ പ്രാർത്ഥിക്കുക, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന രൂപത്തിൽ നല്ല വയസ്സായ മനുഷ്യന്മാരായിരിക്കും. അവർ മഗ്‌രിബിന് ശേഷം ഇരുന്ന് കഴിഞ്ഞാൽ ഇശാ വരെ കൈ ഉയർത്തി അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. ആ ചോദ്യമാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ ഇൽഹാഉ ഫിൽ ദുആഇ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് സംഭവങ്ങൾ. നമ്മൾ എന്തുണ്ടെങ്കിലും ആദ്യം അള്ളാഹുവിനോട് തന്നെ ചോദിക്കണം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശവും പൊരുളും എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ജനങ്ങളോട് എന്തെങ്കിലും ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ താഴെയായി മാറും. അവരുടെ താഴെ നമ്മൾ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. പിന്നെ അവരെന്തെങ്കിലും നമ്മോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും.
അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ദുല്ലിലേക്ക് എത്തുന്ന രൂപത്തിൽ, ഒരാളോട് അപേക്ഷിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവനേക്കാളും നമ്മൾ താഴെ ആയി പോകും എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ അതേ സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നമുക്ക് തന്നെ അറിയുന്ന നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, അവനക്ക് അങ്ങനെ ചോദിക്കുന്നത് ബുദ്ധിമുട്ടല്ല എങ്കിൽ ചോദിക്കുന്നതിന് പ്രശ്നമില്ല. എന്നാൽ അതേ സമയത്ത് അല്ലാത്ത നിലക്കാണ് എങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ടാണ്, അത് പ്രശ്നമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. തൗഹീദുള്ള ഏറ്റവും ഉന്നതന്മാരായ തൗഹീദിന്റെ ആളുകൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പോലും ഒഴിവാക്കുന്നതാണ്. അതാണ് സഹാബാക്കളെ കുറിച്ച് പറഞ്ഞത്, അവരുടെ ഒട്ടകത്തിൽ നിന്നൊരു ചാട്ടവാറ താഴെ വീണ് കഴിഞ്ഞാൽ അവര് തന്നെ പെറുക്കിയെടുക്കും, അവരെന്ത് ചെയ്യൂല, വേറെ ആരെങ്കിലും കൽപ്പിക്കുകയോ മറ്റൊന്നും ചെയ്യൂല എന്നാണ്. കാരണം അവർക്കതൊരു ദുല്ലായി തോന്നിയിരുന്നു എന്നാണ്. എന്നാൽ അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പല കാര്യങ്ങളും ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. കാരണം അവിടെ എന്ത് വരുന്നില്ല, ഒരു ദുല്ല് എന്നുള്ളത് അവിടെ വരുന്നില്ല, ഒരു നിന്യത ആ ചോദ്യത്തിൽ വരുന്നില്ല. ഒരു ഉപ്പ മകനോട് കാര്യങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും നിന്യതയല്ല. ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു സഹോദരൻ അവന്റെ സഹോദരനോട് ചോദിക്കാണ്, അവന്റെ ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരനോട് ചോദിക്കാണ്, അതിലൊരു നിന്യതയും വരുന്നില്ല. ഇനി നമുക്കറിയാത്ത ഏതോ ഒരാളോട് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം ചെയ്തു തരണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദുല്ല് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹിനോട് മാത്രം തേടുക എന്നുള്ളത്. ഇനി അതിന് കുറച്ച് തെളിവുകൾ പറയാം. وفي صحيح الحاكم من حديث أنس عن النبي صلى الله عليه وسلم لا تعجزوا في الدعاء فإنه لا يهلك مع الدعاء أحد. നിങ്ങൾ പ്രാർത്ഥനയുടെ വിഷയത്തിൽ അശക്തരായി പോകരുത്. പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ഒരാൾക്കും നാശം സംഭവിച്ചിട്ടില്ല എന്ന്, ഒരാൾക്കും നഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന് പറയുക. ആ ഹദീസിന്റെ സനദിൽ കുഴപ്പമുണ്ട്, മുൻകറാണ്. അടുത്തത് وذكر الأوزاعي عن الزهري عن عروة عن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم إن الله يحب الملحين في الدعاء. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയിൽ ഇൽഹാ നടത്തുന്ന ആളുകൾ അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആവർത്തിച്ച് ചോദിക്കുന്ന ആളുകൾ അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹദീസ് സ്ഥിരപ്പെട്ടതല്ല, ഹദീസ് മത്രൂക്കാണ്. പക്ഷെ ഈ ആശയങ്ങളൊക്കെ സ്ഥിരപ്പെട്ടതാട്ടോ, ആശയങ്ങളൊക്കെ സ്ഥിരപ്പെട്ടതാണ്. അടുത്തത് വഫി കിതാബി സുഹ്ദി ലിൽ ഇമാമി അഹ്മദ അൻ ഖതാദത ഖാല മുവർരിഖ് മാ വജദ്തു ലിൽ മുഅ്മിനി മസലൻ ഇല്ലാ റജുലൻ ഫിൽ ബഹ്രി അലാ ഖശബ فهو يدعو يا رب يا رب لعل الله عز وجل أن ينجيه. വളരെ നല്ല ഉദാഹരണമാണ്. അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഏതൊരു മനസ്ഥിതിയോടുകൂടി പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് മനസ്ഥിതിയാണ് ഉണ്ടാകേണ്ടത് എന്ന് വളരെ വ്യക്തമാക്കി പറയാം. അതായത് ഒരു കടലിൽ, ഒരു ആർത്തിരമ്പുന്ന കടലാണ്. നമുക്കറിയാം കടൽ എന്നൊക്കെ പറയുന്നത് അതിന്റെ തിരമാല ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ചില സന്ദർഭത്തിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കടലിൽ ഒരാൾ ഒരു മരത്തിന്റെ പലക അതിന്റെ മുകളിലാണുള്ളത്. നല്ല ആഞ്ഞടിക്കുന്ന തിരമാല വന്നു കഴിഞ്ഞാൽ ഒരു കപ്പലിലാണെങ്കിൽ പോലും പേടിച്ചു പോകും. എന്നാ ഒരു ചെറിയ ഖശബ, ഒരു ചെറിയ മരത്തിന്റെ പലകയിലാണെങ്കിൽ അങ്ങേയറ്റത്തെ ഭയപ്പാട് നമുക്കുണ്ടാവും. ആ സമയത്തും പ്രാർത്ഥിക്കാൻ ഓ റബ്ബേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ നമുക്കറിയാം. അതായത് നമ്മൾ വല്ലാത്തൊരു പ്രയാസത്തിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ആകെ തകർന്നു പോകും. പിന്നെ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കും അള്ളാഹു മാത്രമാണ് നമ്മെ ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ളത് എന്ന് നമ്മൾ ഉറപ്പിക്കും. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ വളരെ അങ്ങേയറ്റത്തെ നിഷ്കളങ്കതയോട് കൂടിയിട്ടായിരിക്കും പ്രാർത്ഥിക്കുക. റബ്ബിനെ അങ്ങേയറ്റത്തെ യഖീന് വെച്ച് പുലർത്തി പ്രാർത്ഥിക്കും. അപ്പൊ ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ്. ഒരാൾ ഏതെങ്കിലും ഒരു കടലിൽ പെട്ട് എന്നെ രക്ഷപ്പെടുത്തണേ റബ്ബേ നീ എത്ര കണ്ട് ഓൻ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുമോ ആ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടുകൂടിയും അവൻ പ്രാർത്ഥിക്കണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ആ രൂപത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു വാതിൽ അടക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിനോട് മന്ത്രിക്കരുത്, ഇത് കഴിഞ്ഞു, ഇനി ഇതിൽ നിന്നൊരു രക്ഷയില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ പ്രാർത്ഥനയിലൂടെ എനിക്ക് അടക്കപ്പെട്ട വാതിൽ ഞാനത് തുറക്കും എന്ന ഒരു ഈമാനിലൂടെ നമുക്ക് പോകാൻ സാധിക്കണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പറയാൻ സാധിക്കണം എന്നുള്ളതാണ്. ഒരു സംഭവം ഈ റമദാനിൽ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മോട് പങ്കുവെച്ചൊരു സംഭവം. അവന് ഉംറക്ക് പോകാൻ വല്ലാത്ത താല്പര്യം, ഉംറക്ക് പോകാൻ അതിയായ താല്പര്യം. അവന്റെ അടുക്കലാണെങ്കിൽ അതിനു മാത്രമുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല.
സാമ്പത്തികമായിട്ട് അത്ര ഉഷാറുള്ള വ്യക്തിയൊന്നുമല്ല. പക്ഷെ ഓന് ഉംറക്ക് പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. റമദാനിലെ ഒരു 5, 6, 7 ആ ഒരു നോമ്പിന്റെ സമയത്തെത്തുമ്പോഴാണ് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. അവന്റെ സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, അല്ല അവസാനത്തെ 10 പോകാൻ പറ്റുമോ, സാമ്പത്തികമായിട്ടൊക്കെ ഓക്കെ ആണോ? അവന് വളരെ യഖീനോട് കൂടി പറയാം, ഇൻഷാ അല്ലാഹ് അല്ലാഹ് എന്ത് ചെയ്യും, ഒരുക്കി തരും എന്ന നിലക്കാണ് അവന്റെ മറുപടി. അങ്ങനെ ആ സമയത്താണ് നമുക്കറിയാം ഈ ഒരു ആപ്പ് നുസുക്ക് എന്ന് പറയുന്ന ആപ്പിൽ ഫ്രീ ആയിട്ട് ഉംറ കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അവൻ അതിലൊക്കെ എല്ലാ ദിവസവും പങ്കെടുക്കും. അങ്ങനെ അവസാനത്തെ 10 എത്തിയിട്ട് 27 എത്തി. അപ്പോഴും അവൻ പ്രതീക്ഷയിലാണ്, ഇൻഷാ അല്ലാഹ് അള്ളാഹു എത്തിക്കും എന്ന അതേ പ്രതീക്ഷയിലാണ്. അവനോട് സുഹൃത്ത് ചോദിച്ചു, അല്ല പോകുന്നില്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് അവൻ ഉത്തരം കൊടുക്കുകയാണ്. അവന്റെ ഉത്തരം ഇൻഷാ അല്ലാഹ് പോകണം, ചിലപ്പോൾ ഈ റമദാൻ ആയിരിക്കും അള്ളാഹു വേറൊരു ദിവസമായിരിക്കും നിശ്ചയിച്ചിട്ടുണ്ടാവുക എന്ന നിലക്ക് അവൻ ഉത്തരം കൊടുത്തു എന്നാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അവൻ വീട്ടിലേക്ക് പോയിട്ട് അവന്റെ ഒരു സുഹൃത്ത്, അവന്റെ ഉംറ ചെയ്യുന്ന മറ്റൊരു സുഹൃത്ത് അവനക്ക് മെസ്സേജ് അയക്കാം. ആ മെസ്സേജ് സലാമുണ്ട്. സലാമിന് തൊട്ട് ശേഷം 27 അന്ന് രാത്രി അവന്റെ സുഹൃത്തു അവനോട് ചോദിക്കുന്നത്, ഇൻഷാ അല്ലാഹ് ഞാന് നിനക്കൊരു ഉംറ, ഫ്രീ ഉംറ എന്റെ വക തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നീ ഏത് ദിവസത്തിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എന്നോട് പറയണം എന്ന് പറഞ്ഞിട്ട് വേറൊരു സുഹൃത്ത്, ദൂരെയുള്ള ഒരു സുഹൃത്ത്, എന്നാ പരിചയമുണ്ട്, ഇവനോട് ചോദിച്ചു എന്ന്. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ തയ്യാറാണ്. എല്ലാ വാതിലും അടക്കപ്പെട്ടാലും ശരി, ഏതെങ്കിലും വാതിൽ അള്ളാഹ് എന്ത് ചെയ്യും, തുറന്നിരുന്നത്. പക്ഷെ നമുക്ക് ഇസ്സത്ത് ഉണ്ടാകും, ഇസ്സത്തു നഫ്സ് ഉണ്ടാകണം. ഞാൻ സൃഷ്ടികളോടൊന്നും ചോദിക്കൂല, എന്റെ കാര്യം അള്ളാഹ് എന്ത് ചെയ്യും, നടത്തി തരും എന്ന യഖീൻ ഉണ്ടാക്കണം. ആരോടും ഞാൻ എന്റെ വേവലാതി പറയില്ല, ആരോടും എന്റെ ശിക്കായത്തുകൾ ഞാൻ ബോധിപ്പിക്കൂല. ഞാൻ ബോധിപ്പിക്കുകയാണെങ്കിൽ അള്ളാന്റെ മുമ്പിൽ മാത്രമേ ഞാൻ തലകുനിക്കുള്ളൂ എന്ന നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. എങ്കിൽ എന്ത് ചെയ്യും, അള്ളാഹു നമുക്ക് ഇസ്സത്ത്, പ്രതാപം നമുക്ക് നൽകും. മറ്റൊരു സുഹൃത്ത് നമ്മോട് പങ്കുവെച്ചത്, അവനക്ക് കടത്തിന് ആവശ്യമുണ്ട്, അവനക്ക് നല്ല കടത്തിന് ആവശ്യമുള്ള സമയമാണ്. പക്ഷെ അവനക്ക് ആളുകളോട് ചോദിക്കാനാണെങ്കിൽ, അവന്റെ അടുത്ത കുടുംബക്കാരോടൊക്കെ ചോദിക്കാനാണെങ്കിൽ അവരും കുറച്ചൊക്കെ ടൈറ്റിലുള്ള സമയമാണ്. അങ്ങനെ ഇവൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. ഇവൻ പറഞ്ഞു, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, അപ്പൊ എനിക്ക് ഒരാളോടും ചോദിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ നീ എന്ത് ചെയ്യണം, എനിക്ക് ഇത് എവിടുന്നെങ്കിലും ഒന്ന് റെഡിയാക്കി തരണം റബ്ബേ എന്ന നിലക്ക് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവനോട് വേറൊരു സുഹൃത്ത് ഇവനോട് ഇങ്ങോട്ട് കണ്ടറിഞ്ഞ് ആവശ്യപ്പെടാൻ, നിനക്ക് എന്തെങ്കിലും കടങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പറയണം, കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു തന്നാൽ മതി എന്നുള്ള നിലക്ക് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇഖ്ലാസ് ഉണ്ടോ, യഖീൻ ഉണ്ടോ, റബ്ബിന്റെ മുമ്പിൽ മാത്രമേ തലകുനിക്കുള്ളൂ. സൃഷ്ടികളുടെ മുമ്പിൽ തലകുനിക്കാനോ അവരുടെ മുമ്പിൽ നമ്മുടെ ഇസ്സത്തിന് അടിയറവ് വെക്കാനോ തയ്യാറല്ല എന്ന നിലക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും അള്ളാഹു കൈവിടൂല എന്നുള്ളത്. ഒരിക്കലും അള്ളാഹു നമ്മെ കൈവിടൂല. പക്ഷെ ആ രൂപത്തിലുള്ള യഖീൻ എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടാകണം എന്നാണ്. ഷെയ്ഖ് സഅദിയെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ മക്കളോട് പറയണം, വീടിന്റെ മേൽക്കൂര എന്ത് ചെയ്യണം, റെഡിയാക്കി വെക്കണം, തയ്യാറാക്കി വെക്കണം എന്ന് പറയാം. അപ്പൊ മക്കൾ ചോദിച്ചതാണ്, അല്ല എന്തിനാണ്, അതിന്റെ ആവശ്യം എന്താ, നല്ല വെയിലുള്ള സമയമാണ്, മഴ എന്തായാലും വരൂല, മഴ വന്നാലല്ലേ നമ്മളത് അടിച്ചു വെച്ചാലല്ലേ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. സ്വാഭാവികമായിട്ടും മഴ വരുമ്പോൾ എന്തെങ്കിലും ചോർന്നു പോകും, വീട്ടിലേക്ക് വെള്ളം വരുന്ന അവസ്ഥ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ നല്ല വെയിലല്ലേ എന്നാണ് ഷെയ്ഖ് സഅദി മക്കളോട് പറഞ്ഞു എന്നാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്, അതുകൊണ്ടാണ് നിങ്ങളോട് അടക്കാൻ പറഞ്ഞത്. അത്രയും യഖീനായിരുന്നു ഉലമാക്കൾക്കും കഴിഞ്ഞു പോയ പണ്ഡിതന്മാർക്കും അള്ളാഹുവിന്റെ ഉത്കൃഷ്ടരായ വലിയകൾക്കും റസൂലുമാർക്കൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ നമുക്ക് അള്ളാഹു സ്വീകരിക്കോ ഇല്ലേ എന്ന വിഷയത്തിൽ വല്ലാത്ത സംശയമാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ തന്നെ നമുക്ക് വേറെ പല മനുഷ്യന്മാരുടെയും മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ അതൊക്കെ മാറ്റി വെച്ച് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് റബ്ബാണ്. കാരണം ഇതുവരെ നമ്മെ പോറ്റി വളർത്തിയതും നമുക്ക് വേണ്ട റിസ്ക് എത്തിച്ചു തന്നതും റബ്ബാണ്. ആ റബ്ബ് ഒരിക്കലും എന്നെ കൈവിടില്ല എന്ന ഹുസ്നു തന്നെ നമുക്കുണ്ടാകും. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന ഇൻദ ദന്നി അബ്ദി ബി, എന്നെ കുറിച്ച് എന്റെ അടിമ എന്താണോ ചിന്തിക്കുന്നത് ഞാൻ അവിടെയാണെന്ന്. അതുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് നല്ലത് വിചാരിച്ച് അള്ളാഹുവിൽ അങ്ങേയറ്റത്തെ തവക്കുൽ ബരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു രാജാവ് ജീവിക്കുന്നത് പോലെ പ്രതാപത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നുള്ളത്. അടുത്ത ഫസ്ല്, വമിനൽ ആഫാത്തി അല്ലതി തംനഉ തറത്തുബ അഥരി ദുആഇ അലൈഹി. പല ആളുകളും പറയാറുണ്ട് പ്രാർത്ഥിക്കലുണ്ട്, പക്ഷെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല. അതായത് ചില തടസ്സങ്ങളുണ്ട്, പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കാൻ ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം, പ്രാർത്ഥനക്ക് സ്വീകാര്യത ലഭിക്കാൻ തടസ്സം സൃഷ്ടിക്കുന്ന, അതിനെ തടയുന്ന കാര്യത്തിൽപ്പെട്ടതാണ് അൻ യസ്തഅജിലൽ അബ്ദു, ഒരു അടിമ ധൃതി കാണിക്കൽ.
വയസ്തബ്തിഉൽ ഇജാബ, ഉത്തരം എന്ത് ചെയ്യണം, നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടണം. ഫയസ്തഹ്സിർ, ചിലപ്പോൾ എന്ത് ചെയ്യും, ഓനും ധൃതിപ്പെടുന്ന സമയത്ത് ഉത്തരം എന്ത് ചെയ്യും, കുറച്ച് വൈകും, അപ്പം വിഷമിക്കും. പ്രാർത്ഥന അവൻ ഒഴിവാക്കുന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ എത്ര വട്ടം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് ഒരു കാര്യത്തെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, നമ്മുടെ കയ്യിൽ നിന്നത് തെന്നിപ്പോയി, നമുക്കത് കിട്ടൂല എന്ന് നമ്മൾ എന്ത് ചെയ്തു, തീരുമാനിച്ചു, നമ്മൾ എഴുതി, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, വയസ്സൊക്കെ ആയില്ലേ, ഒക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു, ഇനിയിപ്പോ അത് പോകട്ടെ, ആ വഴിക്ക് തന്നെ പോകട്ടെ, അള്ളാഹു അങ്ങനെയായിരിക്കും വിധിച്ചിട്ടുണ്ടാകുന്നത്, നമ്മൾ പ്രാർത്ഥന ഒഴിവാക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഹുവ ബിമൻസിലതി മൻ ബദറ ബദ്റൻ ഔ ഗറസ ഗിറാസൻ فجعل يتعاهده ويسقيه فلما استبطأ كماله وإدراكه تركه وأهمله. അവൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ഉപമ എന്താണ്? അവനൊരു കൃഷി നട്ടു, അവനൊരു ചെടി നട്ടിട്ടോ അതിനിങ്ങനെ എല്ലാ ദിവസവും സംരക്ഷിച്ച് വന്ന് അവസാനം അവൻ ഇത് കൂട്ടിയാ കൂടൂല, ഇത് പൂർണ്ണതയിലേക്ക് എത്തൂല, ഇതൊന്നും ശരിയാകൂല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒഴിവാക്കുക. അവൻ ഒഴിവാക്കുന്നത് അവസാനത്തെ ഘട്ടത്തിലായിരിക്കും. അവന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ഇനിയും ഏതാനും നിമിഷങ്ങൾ മാത്രമായിരിക്കും ബാക്കി ഉണ്ടാകുക. ആ സമയത്ത് എന്ത് ചെയ്യും, അവൻ ഒഴിവാക്കുന്നുള്ളത്. അങ്ങനെ ഒഴിവാക്കരുതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് മനുഷ്യന്മാരുടെ സ്വഭാവം നല്ലോണം അറിയാം. മനുഷ്യന്മാര് പലപ്പോഴും പല രൂപത്തിൽ നമ്മളെ വഞ്ചിച്ചിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുക, പൂർണ്ണമായ നിലക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക റബ്ബിനെ മാത്രമാണ്. എന്നാൽ ആ റബ്ബിന്റെ വിഷയത്തിൽ നമ്മൾ എന്തിനു വഞ്ചിതരാകണം എന്നുള്ളതാണ്. ആ റബ്ബ് എന്നെ കൈവിടും എന്ന് എന്തിനു നമ്മൾ കരുതണം എന്നുള്ളത്. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു 20-ാമത്തെ വയസ്സിൽ ഒരു കാര്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഉത്തരം കിട്ടും വരെ, മരിക്കും വരെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതല്ലേ റബ്ബിനോടുള്ള ഹുസ്നു ദന്ന് എന്ന് പറയുന്നത്. അതാണ് റബ്ബിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. എന്റെ റബ്ബ് സ്വീകരിക്കും എന്ന നിലക്ക് ഒരാൾ 40-50 വർഷം ഒരു പ്രാർത്ഥന തുടർത്തുന്നുണ്ട് എങ്കിൽ ആ മനുഷ്യന്റെ ഈമാനും ആ മനുഷ്യൻ അള്ളാഹുൽ വെച്ച് പുലർത്തുന്ന ഹുസ്നു ദന്നും എത്ര വലുതാണ്. ആ പ്രാർത്ഥന തന്നെ ആ വ്യക്തിക്ക് ചിലപ്പോൾ സ്വർഗത്തിലേക്ക് പോകാൻ മതിയാകുന്നുള്ളത്. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും, പ്രാർത്ഥിച്ചു തുടങ്ങും, കുറച്ച് കഴിയുമ്പോൾ അവർ കിട്ടേണ്ട ഒരു കാലാവധി ഉണ്ടാവും, അവർ ആഗ്രഹിക്കുന്ന ഒരു കാലാവധി ഉണ്ടാവും, അതിൽ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ ഒഴിവാക്കി പോകും, പിന്നെ പ്രാർത്ഥനയൊന്നുമില്ല. ഇതാണ് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണം എന്ന് പഠിപ്പിക്കാം. വഫി സ്വഹീഹിൽ ബുഖാരി മിൻ ഹദീസി അബീ ഹുറൈറത അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്തജാബു ലി അഹദികും മാ ലം യഅജൽ, ഒരാൾ ധൃതിപ്പെടാത്തിടത്തോളം കാലം അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. അപ്പോ സഹാബത്ത് യഖൂലു ദഅഉതു ഫലം യുസ്തജിബ് ലി, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറയലാണ് പ്രാർത്ഥനയുടെ വിഷയത്തിൽ ധൃതിപ്പെടൽ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ധൃതിപ്പെടാത്തിടത്തോളം കാലം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. എന്താണ് ഈ ധൃതി എന്ന് പറഞ്ഞാൽ? ചില ആളുകൾ പറയും, കുറെ പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടണില്ല എന്ന് പറയലാണ് ധൃതിപ്പെടൽ എന്ന്. നമ്മൾ വിചാരിക്കരുത് എല്ലാ ആളുകൾക്കും അള്ളാഹു ഒരേ സമയമായിരിക്കൂല ചില കാര്യത്തിൽ നിശ്ചയിച്ചിട്ടുണ്ടാവുക. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ 20 വയസ്സിൽ ലഭിച്ചിട്ടുണ്ടാവും, എന്നാൽ നമുക്കത് ലഭിക്കുന്നത് 25-ാമത്തെ വയസ്സിലായിരിക്കും, അല്ലെങ്കിൽ 30-ാമത്തെ വയസ്സിലായിരിക്കും. പക്ഷെ അള്ളാഹു അവിടെ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രായത്തിലാണ് ഖൈർ എങ്കിൽ നമുക്ക് 30-ാമത്തെ വയസ്സിൽ അത് ലഭിക്കലാണ് ഖൈർ. അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരഞ്ഞെടുക്കലാണ് എന്ന് മനസ്സിലാക്കി, ജീവിതം പരീക്ഷണമാണ് എന്ന് ഉൾക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഖദാഉ വൽ ഖദർ, ഖദാ ഖദറിലുള്ള വിശ്വാസമാണ് ഒരു മുഅ്മിനിന് അവന്റെ ജീവിതത്തിൽ ഹലാവത്ത് നൽകാൻ. ഈമാനിൽ ഒരാൾക്ക് മാധുര്യം ഉണ്ടാകണോ, നമുക്ക് ഖദാ ഖദറിൽ അങ്ങേയറ്റത്തെ വിശ്വാസം ഉണ്ടാകും. എന്തുണ്ടായാലും എന്റെ റബ്ബ് വിധിച്ചതാണ്, കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും ഒക്കെ റബ്ബിന്റെ തീരുമാനമാണ്. ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ആഗ്രഹമുള്ളത് ഞാൻ അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം അള്ളാഹു ചോദിക്കാൻ പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമയെ വെറും കയ്യോടുകൂടി വിടുക, അവൻ ഉത്തരം പറയാതെ അവൻ ഒഴിവാക്കുക എന്നുള്ളത് അള്ളാഹു ലജ്ജിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ, ആ ഹദീസിനെ കുറിച്ച് മാത്രം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അൻ യറുദ്ദഹുമാ സിഫ്റ, അള്ളാഹു വെറും കയ്യോടുകൂടി പ്രാർത്ഥിച്ചവനെ മടക്കി അയക്കാൻ ലജ്ജിക്കുന്നവനാണ്. എങ്കിൽ പിന്നെ നമ്മൾ ആ റബ്ബിനോട് ചോദിക്കുന്നതിൽ നിന്ന് എന്തിന് നമ്മൾ ലജ്ജിക്കണം, എന്തിന് നമ്മൾ മടിക്കണം, എന്തിന് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ പ്രാർത്ഥന നിർത്തണം? വഫീ സ്വഹീഹി മുസ്ലിമിൻ അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ലാ യസാലു യുസ്തജാബു ലിൽ അബ്ദി മാ ലം യദ്ഉ ബിഇസ്മിൻ ഔ ഖതീഅതി റഹ്മി
റഹിമിൻ മാ ലം യസ്തഅജിൽ. ഒരാൾക്ക് അള്ളാഹു ഉത്തരം കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുക്കൂല. ഒന്നെന്താ? ഇസ്മ, അവന് ശിക്ഷ ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാ? പ്രാർത്ഥിക്കാം. മോശമായ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ, തിന്മകൾ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കൂല. ഔ ഖതിഅത്തി റഹിമൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇന്ന ആളുടെ കുടുംബ ബന്ധം മുറിക്കണം, അല്ലെങ്കിൽ ഇന്ന ആളുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കണം എന്ന നിലക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കൂല. അല്ലാത്ത എല്ലാ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കും. പക്ഷെ കണ്ടീഷൻ എന്താ? മാലം യസ്തഅജിൽ, ഇസ്തിഅജാൽ ഉണ്ടാകാൻ പാടില്ല, ധൃതി ഉണ്ടാകാൻ പാടില്ല എന്ന് പറയും. ആ സമയത്ത് സഹാബാക്കൾ ചോദിക്കണം. സഹാബാക്കൾക്ക് എപ്പോഴും ഇൽമിനോട് ഹിർസുള്ള ആളുകളാണ്. യാ റസൂൽ അല്ലാഹ്, ഓ അള്ളാഹുവിന്റെ പ്രവാചകരെ, വമൽ ഇസ്തിഅജാൽ, എന്താണ് ധൃതി എന്ന് പറഞ്ഞാൽ? ഇസ്ലാം സുആലിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, സുആലിനെ ഹസ്സ് ചെയ്യുന്നുണ്ട്. ചോദിക്കണം, അറിയാത്തത് ചോദിച്ച് പഠിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സഹാബത്ത് ചോദിച്ചു, എന്താണ് ഇസ്തിഅജാൽ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഖദ് ദഅഉതു വഖദ് ദഅഉതു ഫലം അറ യസ്തജീബു ലി ഫയസ്തഹ്സിറു ഇൻദ ദാലിക വയദഉ ദുആ. ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ എനിക്ക് ഉത്തരം കിട്ടുന്നതായി കാണുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആ കാര്യം എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നാണ്. അങ്ങനെ അവൻ വിഷമിക്കും, അങ്ങനെ പ്രാർത്ഥന ഒഴിവാക്കും. നമ്മൾ എത്ര സന്ദർഭങ്ങളിൽ നമ്മുടെ എത്ര ആവശ്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നിയപ്പോൾ നമ്മൾ പ്രാർത്ഥന നിർത്തിയിട്ടുണ്ട്. എന്നാ പറയുന്നത് എന്താ? നിർത്തരുത് എന്നാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ലക്ഷ്യത്തിലേക്ക് എത്തും വരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളായി മാറണം എന്നുള്ളതാണ്. വഫി മുസ്നദി അഹ്മദ മിൻ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസാലുൽ അബ്ദു ബിഖൈരിൻ മാ ലം യസ്തഅജിൽ. ഒരാൾ ധൃതിപ്പെട്ട് ഒരു കാര്യത്തിൽ ധൃതി വെച്ച് പുലർത്താത്തിടത്തോളം കാലം അവൻ ഖൈറിലായിരിക്കും. അവൻ ധൃതിപ്പെടാത്തോളം കാലം അവൻ ഖൈറിലായിരിക്കും. ഖാലു യാ റസൂലല്ലാഹ് കൈഫ യസ്തഅജിൽ, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്താണ് ധൃതിപ്പെടുക എന്ന് പറഞ്ഞാൽ? ഖാല യഖൂലു ഖദ് ദഅഉതു റബ്ബി ഫലം യസ്തജിബ് ലി. ഞാൻ അല്ലാഹുവിനോട് ഒരുപാട് നേരായി പ്രാർത്ഥിക്കുന്നു, അള്ളാഹു എനിക്ക് ഉത്തരം നൽകുന്നില്ല എന്ന് പറയലാണ് ഇസ്തിഅജാല്, ധൃതിപ്പെടൽ എന്ന് പറയുന്നത്. ധൃതി ചില കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല, അതേ സമയത്ത് ധൃതി ചില കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടത് കൂടിയാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത്തുഅദതു ഫീ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും നമുക്കൊരു സാവകാശമാണ് ഉണ്ടാകുന്നത്. ഏത് കാര്യത്തിലൊഴികെ? ഇല്ലാ ഫീ അംരിൽ ആഖിറ, ആഖിറത്തിന്റെ വിഷയത്തിൽ നമുക്ക് ധൃതി ഉണ്ടാകണം. പള്ളിയിലേക്ക് പോകുന്ന വിഷയത്തിൽ, അതേപോലെ തന്നെ നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ, ദീന് പഠിക്കുന്ന വിഷയത്തിൽ, ദീന് പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ, ഇതിലൊക്കെ നമുക്ക് ഇസ്തിഅജാൽ ഉണ്ടാകണം, നമുക്ക് ധൃതി ഉണ്ടാകണം. അത് പിന്നെ എന്നല്ല, ഇപ്പൊ തന്നെ അത് ചെയ്തു തീർക്കണം എന്നാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. അത് പിന്നെ കേട്ട് തീർക്കുക, അത് പിന്നെ പഠിക്കുക എന്നുള്ളതല്ല, ഇപ്പൊ പഠിക്കണം, ഇതാണ് എന്റെ സമയം എന്ന നിലക്ക് എന്ത് ചെയ്യണം? കാണണം എന്നുള്ളതാണ്. അതേസമയത്ത് ചില വിഷയത്തിൽ ഇസ്ലാം ധൃതി പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതേത് വിഷയത്തിലാ? ദുനിയാവിന്റെ വിഷയത്തിൽ സാവധാനത്തിൽ ചെയ്താൽ മതി. അതേപോലെ തന്നെ പ്രാർത്ഥനയുടെ വിഷയത്തിലും എന്ത് ചെയ്യരുത്? ഒരാൾ ഇസ്തിഅജാൽ നടത്തരുത്. അതേപോലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ വിധിക്കുന്ന വിഷയത്തിൽ, ചില ആളുകൾ, ഇപ്പൊ പല ആളുകളുടെയും പണി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇന്നയാള് മുർജിയാണ്, ഇന്നയാള് ജഹ്മിയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ ഈമാൻ ഇളക്കി, ആളുകൾ പറയുന്ന ഏതെങ്കിലും ഒരു വാക്ക് പിടിച്ചിട്ട് അതിനെ വ്യാഖ്യാനിച്ചിട്ട് എന്ത് ചെയ്യാം? അവനെ പേച്ച കക്ഷിയാക്കി മാറ്റാം. അല്ലാഹു മുസ്തആൻ. വളരെ അപകടം പിടിച്ച ധൃതിപ്പെടലാണ് അതൊക്കെ. ഒരാളെ വിധിക്കുന്ന വിഷയത്തിൽ ആൾ മുൻഹരിഫാണോ, തെറ്റിപ്പോയ ആളാണോ, അഖീദയിൽ പ്രശ്നമുണ്ടോ എന്നുള്ള വിഷയത്തിലൊക്കെ ഒരാളെ വിധിക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ സമാധാനം വേണമെന്നാണ്, അങ്ങേയറ്റത്തെ സാവധാനം ആ വിഷയത്തിൽ വേണം. കാരണം ഒരു വ്യക്തിയുടെ ഈമാനിനെയാണ് നമ്മൾ അളക്കുന്നതും നമ്മൾ ആളുകൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും. അതുകൊണ്ട് നല്ല സൂക്ഷ്മത വേണം. അതിൽ നമ്മൾ തസാഹുല് കാണിച്ചാൽ, അലംഭാവം കാണിച്ചാൽ നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകളായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നമുക്ക് ധൃതി ഉണ്ടാകരുത്. സമാധാനമാണ് ഉണ്ടാകേണ്ടത്, സാവകാശമാണ് ഉണ്ടാകേണ്ടത്. അതാണ് ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റി. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ഇന്നത്തെ ദിവസത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളതാണ്. അടുത്ത ഫസ്ലിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാളുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അടുത്ത ഫസ്ലിൽ പറയുന്ന വളരെ അർത്ഥവത്തായ, വളരെ യഖീനോടുകൂടി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ഞാൻ ഈ പറയുന്നത് പോലെ ആരെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥനക്ക് അള്ളാഹു എന്തായാലും ഉത്തരം നൽകുന്ന, ലാ മഹാല, അതിലെന്തില്ല,
ഒരു അസംഭവ്യവുമില്ല, എന്തായാലും ഉത്തരം കിട്ടും. പക്ഷെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും, മുസ്തഹബായ കാര്യങ്ങളുണ്ട്, സുന്നത്തായ കാര്യങ്ങളുണ്ട്, ഇനി സുന്നത്തല്ലാത്ത നിലക്ക് ഒരു മര്യാദ എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരാൾ അവന്റെ പ്രാർത്ഥന നിർവഹിച്ചാൽ അവന്റെ പ്രാർത്ഥന എന്തായാലും സ്വീകരിക്കും എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഇബാദത്താണ്. നമ്മൾ നിസ്കരിക്കുക, നോമ്പ് നോക്കുക, സ്വതക്ക കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഇബാദത്താണ് പ്രാർത്ഥന എന്നുള്ളത്. എന്ത് വിഷയത്തിലും ഏത് വിഷയത്തിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നല്ലൊരു കുടുംബ ബന്ധം നമുക്ക് ലഭിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ ഇൽമിന്റെ വിഷയത്തിൽ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി, നമ്മുടെ സ്വഭാവത്തിന്റെ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന പരിശോധിച്ച് നോക്ക്. എന്തൊക്കെ വിഷയത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നത്? എല്ലാ വിഷയങ്ങളിലും. തന്റെ സ്വഭാവത്തിന്റെ വിഷയത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. എന്നാൽ അതേ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് എന്താ? വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. റസൂലേ, മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ എന്നാണ്. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഭാവത്തിന്റെ വിഷയത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഏതൊക്കെ വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്? അതുകൊണ്ട് ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രാർത്ഥന നമ്മൾ ശീലമാക്കണം. നമ്മെ ആളുകൾ കാണുന്ന സന്ദർഭത്തിൽ, ആളുകൾ കാണാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് പ്രാർത്ഥനയുടെ വിഷയത്തിൽ നമുക്ക് എപ്പോഴും ഒരു ജുഹുദ്, ഒരു പരിശ്രമം, ഒരു മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുന്ന ഈമാൻ നമ്മൾ എന്തായാലും ഉണ്ടാക്കിയെടുക്കണം. പല ആളുകൾക്കും പ്രയാസം ഉണ്ടായാൽ മാത്രമാണ് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഐശ്വര്യത്തിന്റെ ഘട്ടത്തിൽ ആരും പ്രാർത്ഥിക്കുന്നില്ല. അതായത് ആവശ്യങ്ങളൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ട്, ജീവിതമൊക്കെ വളരെ നമ്മൾ ഉദ്ദേശിച്ച പോലെ വളരെ നൈസായി പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യുന്നില്ല? ആളുകൾ പ്രാർത്ഥിക്കുന്നില്ല. ആളുകൾ പ്രയാസം വരാൻ വേണ്ടി കാത്തുക്കുക. വിശുദ്ധ ഖുർആനിൽ പല ആവർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയമാണ്. പക്ഷെ അത് ആരെ കുറിച്ചാണ് പറഞ്ഞത്? മുഅ്മിനുകളെ കുറിച്ചല്ല, കാഫിറുകളെ കുറിച്ചാണ്, അവിശ്വാസികളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പരിചയപ്പെടുത്തിയത്? അവരെന്തെങ്കിലും പ്രയാസം ബാധിച്ചാൽ അവരെന്റെ അടുക്കൽ വരും. എന്നാ അവർക്ക് ഞാൻ ആ പ്രയാസം നീക്കി കൊടുത്താലോ പിന്നെ അവർക്ക് പ്രാർത്ഥിച്ചതേ ഓർമ്മയുണ്ടാകൂല. അതുപോലെയാണ് ചില മനുഷ്യന്മാരുടെ അവസ്ഥ. എന്തെങ്കിലും നല്ല ബുദ്ധിമുട്ടോ പ്രയാസം വന്നാൽ നമ്മൾ കരഞ്ഞ് അള്ളാഹിനോട് ചോദിക്കുമെന്ന് അത് പോയി കഴിഞ്ഞാലോ അള്ളാഹിനെ നമുക്ക് ഓർമ്മയില്ല എന്നുള്ളത്. അതാണ് നീ അള്ളാഹുവിനെ നിന്റെ ഐശ്വര്യഘട്ടത്തിലും നിന്റെ നല്ല അവസ്ഥയിലും നീ എന്താണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം ലഭിക്കുന്ന അവസ്ഥയിലും നീ അള്ളാഹിനെ മനസ്സിലാക്കണം. നീ അള്ളാഹുക്ക് ഇബാദത്ത് ചെയ്യണം, നീ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. എങ്കിൽ ഷിദ്ദത്തിന്റെ ഘട്ടത്തിൽ, പ്രയാസത്തിന്റെ ഘട്ടത്തിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു നമ്മെ സംരക്ഷിക്കണോ? എല്ലാ സന്ദർഭത്തിലും നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറണം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന അത്ഭുതകരമായ ഒരു ഇബാദത്താണ് ദുആ. ഇത് നമ്മൾ ഉൾക്കൊള്ളണം, നമ്മുടെ കുടുംബക്കാരും ഉൾക്കൊള്ളണം. പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരു മടുപ്പില്ലാതെ നമ്മളും കുടുംബക്കാരൊക്കെ ഇരുന്ന് അരമണിക്കൂറും 3/4 മണിക്കൂറും 1 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. പ്രത്യേകിച്ചും ഖിയാമുൽ ലൈലിന്റെ അവസരത്തിലൊക്കെ നമ്മൾ എഴുന്നേറ്റ് ഇസ്തിഗ്ഫാറിനെ ചൊല്ലി നമുക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. പല ആളുകളും ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി രാത്രി എഴുന്നേറ്റ് നിന്ന് എത്രയോ സമയം അതിന് ചെലവഴിക്കാൻ, എത്രയോ സമയം, ഒരു ലാഭവുമില്ല, നഷ്ടമല്ലാതെ ഒന്നുമില്ല. കളിയുടെ വിഷയത്തിൽ എത്ര സമയമാണ് ഒരാൾ ചെലവഴിക്കുന്നത്? 90 മിനിറ്റോളം ഒരു കളി കണ്ട് ആസ്വദിക്കാം. എന്താ അതിൽ കിട്ടുന്ന പ്രയോജനം? എന്താ ആസ്വാദനത്തിലുപരി കിട്ടുന്ന പ്രയോജനം? എന്താ? അത്തരം കളികൾ ലഹുവിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുക. പ്രത്യേകിച്ചും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കളികളൊക്കെ ലഹുവിന്റെ ഗണത്തിലാണ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക. നമ്മൾ ഒരിക്കലും ഒരു നിലക്കും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂല. നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട വിഷയമാണ്. അത്രയും ഷറുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന. നിസ്കാരത്തിലുള്ള വീഴ്ച, പരസ്പരമുള്ള തർക്കിക്കൽ, പരസ്പരമുള്ള സാഹോദര്യം നഷ്ടപ്പെടൽ, ഒരുപാട് സംഭവങ്ങൾ, ദീന് വിലക്കിയ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആളുകൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്ത് ഒരുപാട് കളികൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ചില ആളുകൾ വിമർശനമായി ഇതിനെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഒന്നിരുന്നൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ദീനീപരമായ എന്തൊക്കെ കാര്യത്തിന് കോട്ടം തട്ടുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ രാത്രി എഴുന്നേറ്റ് സമയം കളയുന്ന ആളുകൾ, സമയം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, നമുക്കെല്ലാം തന്ന റബ്ബ്, ആ റബ്ബിന് വേണ്ടി എന്ത് സമയമാണ് നമുക്ക് മാറ്റിവെക്കാൻ സാധിച്ചിട്ടുള്ളത്? ആ റബ്ബിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി ആലോചിക്കാം. ചില ആളുകളൊക്കെ ഇതിന്റെ സ്റ്റാറ്റസാണ്, നിറച്ചു ഇതിന്റെ സ്റ്റാറ്റസാണ്.
ദീനിപരമായ ഒരു സ്റ്റാറ്റസ് ഇതിന്റെ മുമ്പ് വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക, ദുആ ചെയ്യുന്ന ആളുകളാവുക. അൽ ഇൽഹാഉ ഫി ദുആ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഇൽഹാ ഉണ്ടാകണം, ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന അടിമകളായി നമ്മൾ മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആഇന്റെ വിഷയത്തിൽ നല്ല ശ്രദ്ധ പുലർത്തുന്ന, എപ്പോഴും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന, അങ്ങനെ അള്ളാഹുവുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന അവന്റെ ഉത്തമരായ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി